ഹായ് ഫ്രണ്ട്സ്, എജു ക്ലബിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ മുൻവർഷ ചോദ്യപേപ്പറുകൾ സോൾവ് ചെയ്യുന്ന ഈ ക്ലാസ് പരമ്പരയിലെ 4ാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ കേരള PSC 2015 വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിൽ LGS തസ്തികയിലേക്കും KSSE പോലുള്ള ഡിപ്പാർട്ട്മെന്റിൽ TM തസ്തികയിലേക്കും അതുപോലെ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് എന്നീ പോസ്റ്റുകളിലേക്ക് കോമൺ ആയിട്ട് നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് GK വിഭാഗത്തിലെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ സോൾവ് ചെയ്യുന്ന ക്ലാസ്സാണ് ഇന്ന്. ആ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം? ഓപ്ഷൻ എ 1931, ഓപ്ഷൻ ബി 1924, ഓപ്ഷൻ സി 1921, ഓപ്ഷൻ ഡി 1932. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1924. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരള സിംഹം എന്ന കൃതി രചിച്ചതാര്? ഓപ്ഷൻ എ കെ കേളപ്പൻ, ഓപ്ഷൻ ബി KN നീലകണ്ഠ ശാസ്ത്രി, ഓപ്ഷൻ സി സർദാർ KM പണിക്കർ, ഓപ്ഷൻ ഡി ഹെർമൻ ഗുണ്ടർട്ട്. കേരള സിംഹം എന്ന കൃതി രചിച്ചത് ഓപ്ഷൻ സി സർദാർ KM പണിക്കരാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കറുത്ത മരണം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ പ്ലേഗ്, ഓപ്ഷൻ ബി എയ്ഡ്സ്, ഓപ്ഷൻ സി ക്ഷയം, ഓപ്ഷൻ ഡി കുഷ്ഠം. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം, പ്ലേഗ് ആണ് ഉത്തരം. നാലാമത്തെ ക്വസ്റ്റ്യൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും താഴെയുള്ള മണ്ഡലം? ഓപ്ഷൻ എ മീസോസ്ഫിയർ, ഓപ്ഷൻ ബി ട്രോപ്പോസ്ഫിയർ, ഓപ്ഷൻ സി സ്ട്രാറ്റോസ്ഫിയർ, ഓപ്ഷൻ ഡി ഓസോൺ പാളി. അന്തരീക്ഷത്തിൽ ഏറ്റവും താഴെയുള്ള മണ്ഡലം? ഉത്തരം ഓപ്ഷൻ ബി ട്രോപ്പോസ്ഫിയർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത്? 1945 ജൂൺ 15, ഓപ്ഷൻ ബി 1945 ഒക്ടോബർ 14, ഓപ്ഷൻ സി 1946 ഒക്ടോബർ 26, ഓപ്ഷൻ ഡി 1945 ഒക്ടോബർ 24. ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി 1945 ഒക്ടോബർ 24. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം നൽകിയത് ആര്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി ബാലഗംഗാധര തിലകൻ, ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജി. ഡു ഓർ ഡൈ അല്ലെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം നൽകിയത്? ഉത്തരം ഓപ്ഷൻ എ മഹാത്മാഗാന്ധി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഭാരതം വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം? ഓപ്ഷൻ എ ഭാസ്കര, ഓപ്ഷൻ ബി ആര്യഭട്ട, ഓപ്ഷൻ സി സ്പുട്നിക്, ഓപ്ഷൻ ഡി രോഹിണി. ഭാരതം വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം? ഓപ്ഷൻ ബി ആര്യഭട്ടയാണ് ഉത്തരം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്? ഓപ്ഷൻ എ അയ്യങ്കാളി, ഓപ്ഷൻ ബി വാക്പടാനന്ദൻ, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ എ അയ്യൻകാളി. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്? ഓപ്ഷൻ എ ചെമ്പകരാമൻ പിള്ള, ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഓപ്ഷൻ ഡി TK മാധവൻ. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്? ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഉത്തരം ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ മൗലവി. പത്താമത്തെ ക്വസ്റ്റ്യൻ, ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചതാര്? ഓപ്ഷൻ എ ശ്രീകണ്ഠൻ, ഓപ്ഷൻ ബി CV രാമൻപിള്ള, ഓപ്ഷൻ സി O ശംഭുമേനോൻ, ഓപ്ഷൻ ഡി അപ്പു നെടുങ്ങാടി. ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത്? ഓപ്ഷൻ ബി CV രാമൻപിള്ള ആണ് ഉത്തരം. 11ാമത്തെ ക്വസ്റ്റ്യൻ, 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച കേരളീയൻ? ഓപ്ഷൻ എ സർ C ശങ്കരൻ നായർ, ഓപ്ഷൻ ബി C കരുണാകര മേനോൻ, ഓപ്ഷൻ സി ആനന്ദമോഹൻ ബോസ്, ഓപ്ഷൻ ഡി C കുഞ്ഞിരാമ മേനോൻ. ഉത്തരം സർ C ശങ്കരൻ നായർ. 12ാമത്തെ ക്വസ്റ്റ്യൻ, കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ച വർഷം? ഓപ്ഷൻ എ 1820 ജൂൺ 10, ഓപ്ഷൻ ബി 1825 ജനുവരി 12,
ഓപ്ഷൻ സി 1809 ജനുവരി 11. ഓപ്ഷൻ ഡി 1830 മാർച്ച് 23. കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ച വർഷം 1809 ജനുവരി 11 ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 13ാമത്തെ ക്വസ്റ്റ്യൻ, മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം. ഓപ്ഷൻ എ ഇന്ദുലേഖ, ഓപ്ഷൻ ബി കുന്തലത, ഓപ്ഷൻ സി കേരള പഴമ, ഓപ്ഷൻ ഡി സംക്ഷേപ വേദാർത്ഥം. ഉത്തരം സംക്ഷേപ വേദാർത്ഥം ആണ് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഹിമാലയൻ നദികളിൽ പെടാത്തത്. ഓപ്ഷൻ എ സത്ലജ്, ഓപ്ഷൻ ബി ഗംഗ, ഓപ്ഷൻ സി കാവേരി, ഓപ്ഷൻ ഡി സിന്ധു. ഗംഗ, സിന്ധു, സത്ലജ് ഹിമാലയൻ നദികളാണ്. സത്ലജ് പോഷക നദിയാണ്. ഗംഗ, സിന്ധു ഇവ മെയിൻ നദികളാണ്. ഹിമാലയത്തിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. അപ്പോൾ ഹിമാലയ നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളായതിനാൽ ഇവയെ ഹിമാലയൻ നദികൾ എന്ന് പറയുന്നു. എന്നാൽ കാവേരി ഇതിൽ പെടുന്നില്ല. അതുകൊണ്ട് ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, കാവേരി. ഹിമാലയൻ നദികളിൽ പെടാത്തത് ഓപ്ഷൻ സി കാവേരിയാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ എ പഞ്ചാബ്, ഓപ്ഷൻ ബി ഹരിയാന, ഓപ്ഷൻ സി ഡൽഹി, ഓപ്ഷൻ ഡി ബീഹാർ. സുവർണ ക്ഷേത്രം ഉത്തരം പഞ്ചാബ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത്. ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ബി രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ സി ദാദാഭായ് നവറോജി, ഓപ്ഷൻ ഡി ബിപിൻ ചന്ദ്രപാൽ. ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് ഓപ്ഷൻ എ ആണ്, സുഭാഷ് ചന്ദ്രബോസ് ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി പഞ്ചാബ്, ഓപ്ഷൻ സി ഹരിയാന, ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ഭൂമി, ഓപ്ഷൻ ബി ശുക്രൻ, ഓപ്ഷൻ സി ശനി, ഓപ്ഷൻ ഡി ചൊവ്വ. ചുവന്ന ഗ്രഹം ഓപ്ഷൻ ഡി ചൊവ്വയാണ് ഉത്തരം. നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ, നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ഇംഗ്ലണ്ട്, ഓപ്ഷൻ ബി ജർമ്മനി, ഓപ്ഷൻ സി ഇറ്റലി, ഓപ്ഷൻ ഡി സ്പെയിൻ. ഉത്തരം ഇറ്റലിയാണ്. നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഇറ്റലി. 20ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യർ ഉപയോഗിച്ച ആദ്യത്തെ ലോഹം. ഓപ്ഷൻ എ ചെമ്പ്, ഓപ്ഷൻ ബി വെങ്കലം, ഓപ്ഷൻ സി സ്വർണം, ഓപ്ഷൻ ഡി ഇരുമ്പ്. മനുഷ്യർ ഉപയോഗിച്ച ആദ്യത്തെ ലോഹം ഓപ്ഷൻ എ ചെമ്പ്. 3ാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം. 21ാമത്തെ ക്വസ്റ്റ്യൻ, 3ാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം. ഓപ്ഷൻ എ 1741, ഓപ്ഷൻ ബി 1757, ഓപ്ഷൻ സി 1761, ഓപ്ഷൻ ഡി 1764. 3ാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം ഓപ്ഷൻ സി ഉത്തരം 1761. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഭാരതത്തിന്റെ ആദ്യത്തെ സൂര്യാകാശ സഞ്ചാരി അഥവാ ബഹിരാകാശ സഞ്ചാരി ആര്? ഓപ്ഷൻ എ രാകേഷ് ശർമ്മ, ഓപ്ഷൻ ബി യൂറി ഗഗാറിൻ, ഓപ്ഷൻ സി വിക്രം സാരാഭായ്, ഓപ്ഷൻ ഡി നീൽ ആംസ്ട്രോങ്. ഭാരതത്തിന്റെ ആദ്യ സൂര്യാകാശ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ. ഉത്തരം ഓപ്ഷൻ എ ആണ് രാകേഷ് ശർമ്മ. 23ാമത്തെ ക്വസ്റ്റ്യൻ, ഗർഭ ശ്രീമാൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ്. ഗർഭ ശ്രീമാൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ്. ഓപ്ഷൻ എ സ്ഥാനരവി, ഓപ്ഷൻ ബി സാധു തിരുനാൾ, ഓപ്ഷൻ സി അയ്യനടി തിരുവടികൾ, ഓപ്ഷൻ ഡി രവിവർമ്മൻ. അപ്പോൾ ഗർഭശ്രീമൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് ഓപ്ഷൻ ബി ആണ് ഉത്തരം, സാധു തിരുനാൾ. 24ാമത്തെ ക്വസ്റ്റ്യൻ, ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത്. ഓപ്ഷൻ എ കഴ്സൺ പ്രഭു, ഓപ്ഷൻ ബി ഇർവിൻ പ്രഭു, ഓപ്ഷൻ സി ഹാർഡിഞ്ച് പ്രഭു, ഓപ്ഷൻ ഡി ലിട്ടൻ പ്രഭു. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ഓപ്ഷൻ സി ആണ് ഉത്തരം, ഹാർഡിഞ്ച് പ്രഭു. എന്നാൽ ബംഗാൾ വിഭജനം നടപ്പാക്കിയത് കഴ്സൺ പ്രഭുവുമാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ടെലഗ്രാഫ് സംവിധാനം നിർത്തലാക്കിയത്. ഇന്ത്യയിൽ ടെലഗ്രാഫ് സംവിധാനം നിർത്തലാക്കിയത് ഓപ്ഷൻ എ 2013 ജൂലൈ 25, ഓപ്ഷൻ ബി 2013 ജൂൺ 25, ഓപ്ഷൻ സി 2013 ജൂൺ 30, ഓപ്ഷൻ ഡി 2013 ജൂലൈ 15. ഇന്ത്യൻ ടെലഗ്രാഫ് നിർത്തലാക്കിയത്
2013 ജൂലൈ 15-നാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 26ാമത്തെ ക്വസ്റ്റ്യൻ. ഒറീസ സംസ്ഥാനത്തിന്റെ പുതിയ പേര്. ഓപ്ഷൻ എ ഒഡീസി, ഓപ്ഷൻ ബി ഒമാൻ, ഓപ്ഷൻ സി ഒഡീഷ, ഓപ്ഷൻ ഡി ഒഡിയ. ഒറീസ സംസ്ഥാനത്തിന്റെ പുതിയ പേര് ഓപ്ഷൻ സി ആണ് ഉത്തരം, ഒഡീഷ. 27ാമത്തെ ക്വസ്റ്റ്യൻ. ജാർഖണ്ഡിന്റെ തലസ്ഥാനം. ഓപ്ഷൻ എ റായ്പൂർ, ഓപ്ഷൻ ബി ചണ്ഡീഗഡ്, ഓപ്ഷൻ സി ഡെറാഡൂൺ, ഓപ്ഷൻ ഡി റാഞ്ചി. ജാർഖണ്ഡിന്റെ തലസ്ഥാനം ഓപ്ഷൻ ഡി റാഞ്ചി ആണ് ഉത്തരം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയതാര്? അടുത്ത ക്വസ്റ്റ്യനാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയതാര്? ഓപ്ഷൻ എ ഇളംകുളം കുഞ്ഞമ്പിള്ള, ഓപ്ഷൻ ബി വി.ടി. ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ സി ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്, ഓപ്ഷൻ ഡി കെ ദാമോദരൻ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകം എഴുതിയത് ഓപ്ഷൻ ബി ആണ്, വി.ടി. ഭട്ടതിരിപ്പാട്. 29ാമത്തെ ക്വസ്റ്റ്യൻ. ജോഗ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്തിലാണ്? ജോഗ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ തമിഴ്നാട്, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി കേരളം, ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. ജോഗ് വെള്ളച്ചാട്ടം കർണാടകത്തിലാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം, കർണാടക. 30ാമത്തെ ക്വസ്റ്റ്യൻ. അജന്ത ഗുഹാക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ എ ഗുജറാത്ത്, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി ഒറീസ, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. അജന്ത ഗുഹാക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി മഹാരാഷ്ട്രയിലാണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ. അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നത്. അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നത്. ഓപ്ഷൻ എ ഒക്ടോബർ 30, ഓപ്ഷൻ ബി ഒക്ടോബർ 16, ഓപ്ഷൻ സി ഒക്ടോബർ 2, ഓപ്ഷൻ ഡി ഒക്ടോബർ 10. ഉത്തരം ഓപ്ഷൻ സി ഒക്ടോബർ 2. ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നത്. 32ാമത്തെ ക്വസ്റ്റ്യൻ. സ്മാരകശിലകൾ എന്ന നോവൽ രചിച്ചത്? സ്മാരകശിലകൾ എന്ന നോവൽ രചിച്ചത് ആര്? ഓപ്ഷൻ എ സക്കറിയ, ഓപ്ഷൻ ബി എം മുകുന്ദൻ, ഓപ്ഷൻ സി ടി പത്മനാഭൻ, ഓപ്ഷൻ ഡി പുനത്തിൽ കുഞ്ഞബ്ദുള്ള. സ്മാരകശിലകൾ എന്ന നോവൽ രചിച്ചത് ഓപ്ഷൻ ഡി പുനത്തിൽ കുഞ്ഞബ്ദുള്ളയാണ് ഉത്തരം. 33ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ എ 1950 ജനുവരി 26, ഓപ്ഷൻ ബി 1951 ജനുവരി 28, ഓപ്ഷൻ സി 1956 നവംബർ 1, ഓപ്ഷൻ ഡി 1957 ഡിസംബർ 10. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26 ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 34ാമത്തെ ക്വസ്റ്റ്യൻ. റഷ്യൻ നാണയം ഏത്? ഓപ്ഷൻ എ റാൻഡ്, ഓപ്ഷൻ ബി ബീർ, ഓപ്ഷൻ സി റിയാൽ, ഓപ്ഷൻ ഡി റൂബിൾ. റഷ്യൻ നാണയം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, റൂബിൾ. 35ാമത്തെ ക്വസ്റ്റ്യൻ. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം നടപ്പാക്കിയത്. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം നടപ്പാക്കിയത്. ഓപ്ഷൻ എ വേലുത്തമ്പി ദളവ, ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ സി പി രാമസ്വാമി അയ്യർ, ഓപ്ഷൻ ഡി ധർമ്മരാജ. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം നടപ്പാക്കിയത് ഓപ്ഷൻ സി ആണ് ഉത്തരം, സി പി രാമസ്വാമി അയ്യർ. 36ാമത്തെ ക്വസ്റ്റ്യൻ. 2013 ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഏത് ഭാഷയ്ക്കാണ്? 2013 ശ്രേഷ്ഠ ഭാഷാ പദവി. ഓപ്ഷൻ എ കന്നഡ, ഓപ്ഷൻ ബി തെലുങ്ക്, ഓപ്ഷൻ സി തമിഴ്, ഓപ്ഷൻ ഡി മലയാളം. 2013 ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മലയാളത്തിലാണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ. മിതവാദി പത്രത്തിന്റെ പത്രാധിപർ. ഓപ്ഷൻ എ ഇ വി കൃഷ്ണപിള്ള, ഓപ്ഷൻ ബി സി കൃഷ്ണൻ, ഓപ്ഷൻ സി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, ഓപ്ഷൻ ഡി കെ സി കേശവപിള്ള. മിതവാദി പത്രത്തിന്റെ പത്രാധിപർ ഓപ്ഷൻ ബി ആണ് ഉത്തരം, സി കൃഷ്ണൻ. 38ാമത്തെ ക്വസ്റ്റ്യൻ. മലയാളി മെമ്മോറിയലിന്റെ സൂത്രധാരൻ. ഓപ്ഷൻ എ ജി പി പിള്ള, ഓപ്ഷൻ ബി ഡോക്ടർ പൽപ്പു, ഓപ്ഷൻ സി മന്നത്ത പത്മനാഭൻ, ഓപ്ഷൻ ഡി സി വി രാമൻപിള്ള. മലയാളി മെമ്മോറിയലിന്റെ സൂത്രധാരൻ ഓപ്ഷൻ എ ആണ് ഉത്തരം, ജി പി പിള്ള. 39ാമത്തെ ക്വസ്റ്റ്യൻ. മലബാർ കലാപത്തോട് അനുബന്ധിച്ച് ഉണ്ടായ ദുരന്ത സംഭവം. മലബാർ കലാപത്തോട് അനുബന്ധിച്ചുണ്ടായ ദുരന്ത സംഭവം. ഓപ്ഷൻ എ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഓപ്ഷൻ ബി വാഗൺ ട്രാജഡി, ഓപ്ഷൻ സി കയ്യൂർ സമരം, ഓപ്ഷൻ ഡി ചൗരി ചൗര.
ഉത്തരം വാഗൺ ട്രാജഡിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, വാഗൺ ട്രാജഡി. 40ാമത്തെ ക്വസ്റ്റ്യൻ, പാർലമെന്റിന്റെ ഉപരിമണ്ഡലം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ രാജ്യസഭ, ഓപ്ഷൻ ബി ലോക്സഭ, ഓപ്ഷൻ സി സുപ്രീം കോടതി, ഓപ്ഷൻ ഡി ഹൈക്കോടതി. പാർലമെന്റിന്റെ ഉപരിമണ്ഡലം ഓപ്ഷൻ എ രാജ്യസഭയാണ് ഉത്തരം. 41ാമത്തെ ക്വസ്റ്റ്യൻ, 2013 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്? 2013 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്? ഓപ്ഷൻ എ ONV കുറുപ്പ്, ഓപ്ഷൻ ബി MK സാനു, ഓപ്ഷൻ സി ഡോക്ടർ ലീലാവതി, ഓപ്ഷൻ ഡി വിഷ്ണുനാരായണ നമ്പൂരി. ഓർക്കുക, ഇത് 2013 ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചോദിക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്, കറണ്ട് അഫയർ വിഭാഗത്തിൽ വരും. ഇപ്പോൾ നിലവിൽ 2020 എഴുത്തച്ഛൻ പുരസ്കാരം, അതായത് 2019 നവംബറിൽ ഡിക്ലെയർ ചെയ്തതാണ്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആനന്ദ് എന്ന സാഹിത്യകാരനാണ്. അപ്പോൾ നിലവിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആനന്ദ് ആണ്. ആനന്ദ് എന്ന സാഹിത്യകാരനാണ് 2020 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിരിക്കുന്നത്. 42ാമത്തെ ക്വസ്റ്റ്യൻ, തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം? തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം 1948 ജൂലൈ 11, ഓപ്ഷൻ ബി 1949 ജൂലൈ 21, ഓപ്ഷൻ സി 1949 ജൂലൈ 1, ഓപ്ഷൻ ഡി 1948 ജൂലൈ 19. തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം ഉത്തര ഓപ്ഷൻ സി 1949 ജൂലൈ 1. 44ാമത്തെ ക്വസ്റ്റ്യൻ, തെങ്ങിന്റെ ശാസ്ത്രനാമം? ഓപ്ഷൻ എ ഒറൈസ സറ്റൈവ, ഓപ്ഷൻ ബി മാൻജേഫറ ഇൻഡിക്ക, ഓപ്ഷൻ സി മാനി ഹോട്ടൽ യൂട്ടിലിസിമ, ഓപ്ഷൻ ഡി കൊക്കോസ് ന്യൂസിഫറ. തെങ്ങിന്റെ ശാസ്ത്രനാമമാണ് ഓപ്ഷൻ ഡി ആണ്, കൊക്കോസ് ന്യൂസിഫറയാണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ, മ്യാൻമറിലെ ജനാധിപത്യ പോരാളി? മ്യാൻമറിലെ ജനാധിപത്യ പോരാളി ഓപ്ഷൻ എ ബീഗൻ കാളിദാസിയ, ഓപ്ഷൻ ബി ചന്ദ്രിക കുമാര തുംഗെ, ഓപ്ഷൻ സി ബെനസീർ ഭൂട്ടോ, ഓപ്ഷൻ ഡി ഓങ് സാൻ സൂക്കി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓങ് സാൻ സൂക്കി. 45ാമത്തെ ക്വസ്റ്റ്യൻ, കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം? കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഓപ്ഷൻ എ മിഴാവ്, ഓപ്ഷൻ ബി ചെണ്ട, ഓപ്ഷൻ സി മദ്ദളം, ഓപ്ഷൻ ഡി മൃദംഗം. കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഓപ്ഷൻ എ മിഴാവാണ്. ഓക്കെ. 46ാമത്തെ ക്വസ്റ്റ്യൻ, ഹോമിയോപ്പതിയുടെ പിതാവ്? ഓപ്ഷൻ എ ഹിപ്പോക്രാറ്റസ്, ഓപ്ഷൻ ബി ചരകൻ, ഓപ്ഷൻ സി സമൂഹൽ ഹനുമാൻ, ഓപ്ഷൻ ഡി സുശ്രുതൻ. ഹോമിയോപ്പതിയുടെ പിതാവ് ഉത്തരം സി, ഓപ്ഷൻ സി സമൂഹൽ ഹനുമാൻ. 47ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം? ഓപ്ഷൻ എ താമര, ഓപ്ഷൻ ബി കണിക്കൊന്ന, ഓപ്ഷൻ സി ചെമ്പരത്തി, ഓപ്ഷൻ ഡി മുല്ല. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഓപ്ഷൻ ബി ആണ്, കണിക്കൊന്നയാണ്. 48ാമത്തെ ക്വസ്റ്റ്യൻ, കശുവണ്ടി കേരളത്തിൽ കൊണ്ടുവന്നത്? ഓപ്ഷൻ എ പോർച്ചുഗീസുകാർ, ഓപ്ഷൻ ബി ഇംഗ്ലീഷുകാർ, ഓപ്ഷൻ സി ഡച്ചുകാർ, ഓപ്ഷൻ ഡി ഫ്രഞ്ചുകാർ. കശുവണ്ടി കേരളത്തിൽ കൊണ്ടുവന്നത് ഓപ്ഷൻ എ ആണ്, പോർച്ചുഗീസുകാരാണ്. ഓപ്ഷൻ എ പോർച്ചുഗീസുകാർ. 49ാമത്തെ ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ? ഐക്യരാഷ്ട്ര സഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ? ഐക്യരാഷ്ട്ര സഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. ഇത് 2015 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ ഇത് നോക്കണ്ട, നിലവിലുള്ള ആരാണെന്നാണ് നോക്കേണ്ടത്. കറണ്ട് അഫയർ വിഭാഗത്തിൽ വരും. ആനുകാലിക സംഭവങ്ങളിൽപ്പെട്ട ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിലവിൽ അന്റോണിയോ ഗുട്ടറസ്, അതായത് പോർച്ചുഗലിന്റെ മുൻ പ്രധാനമന്ത്രിയാണ് ഈ അന്റോണിയോ ഗുട്ടറസ് എന്ന അദ്ദേഹമാണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. അടുത്ത ക്വസ്റ്റ്യൻ, 50ാമത്തെ ക്വസ്റ്റ്യൻ, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന സന്ദേശം നൽകിയത്? ഓപ്ഷൻ എ കുമാരനാശാൻ, ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ സി ശങ്കരാചാര്യർ, ഓപ്ഷൻ ഡി തുളസീദാസ്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് സന്ദേശം നൽകിയത് ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരുവാണ്. 51ാമത്തെ ക്വസ്റ്റ്യൻ, വിശ്വനാഥൻ ആനന്ദ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
വിശ്വനാഥൻ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ക്രിക്കറ്റ്, ഓപ്ഷൻ ബി ചെസ്, ഓപ്ഷൻ സി ടെന്നീസ്, ഓപ്ഷൻ ഡി ഫുട്ബോൾ. ഉത്തരം ഓപ്ഷൻ ബി ചെസ്. സഹോദര പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? 52ാമത്തെ ക്വസ്റ്റ്യൻ. സഹോദര പ്രസ്ഥാനം ആരംഭിച്ചത് ഓപ്ഷൻ എ ടി കെ മാധവൻ, ഓപ്ഷൻ ബി മന്നത്ത പത്മനാഭൻ, ഓപ്ഷൻ സി കെ അയ്യപ്പൻ, ഓപ്ഷൻ ഡി ബ്രഹ്മാനന്ദ ശിവയോഗി. സഹോദര പ്രസ്ഥാനം ആരംഭിച്ചത് ഉത്തരം ഓപ്ഷൻ സി കെ അയ്യപ്പൻ. 53ാമത്തെ ക്വസ്റ്റ്യൻ. മാൽഗുഡി ഡേയ്സിന്റെ രചയിതാവ്. മാൽഗുഡി ഡേയ്സിന്റെ രചയിതാവ് ഓപ്ഷൻ എ ആർ കെ ലക്ഷ്മണൻ, ഓപ്ഷൻ ബി ആർ കെ നാരായണൻ, ഓപ്ഷൻ സി കെ ആർ നാരായണൻ, ഓപ്ഷൻ ഡി ഹമീദ് അൻസാരി. മാൽഗുഡി ഡേയ്സിന്റെ രചയിതാവ് ഓപ്ഷൻ ബി ആർ കെ നാരായണൻ. 54ാമത്തെ ക്വസ്റ്റ്യൻ. റേഡിയൻ എന്ന മൂലകം കണ്ടുപിടിച്ചത് ഓപ്ഷൻ എ മാഡം ക്യൂറി, ഓപ്ഷൻ ബി ലവോസിയർ, ഓപ്ഷൻ സി മാക്സ് പ്ലാങ്ക്, ഓപ്ഷൻ ഡി അലക്സാണ്ടർ ഫ്ലെമിംഗ്. റേഡിയൻ എന്ന മൂലകം കണ്ടുപിടിച്ചത് ഓപ്ഷൻ എ മാഡം ക്യൂറിയാണ്. 55ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഡച്ചുകാരുടെ സംഭാവന ഏത്? ഡച്ചുകാരുടെ സംഭാവന ഏത്? ഓപ്ഷൻ എ ചരക സംഹിത, ഓപ്ഷൻ ബി അഷ്ടാംഗ ഹൃദയം, ഓപ്ഷൻ സി ഹോർത്തൂസ് മലബാറിക്കസ്, ഓപ്ഷൻ ഡി അർത്ഥശാസ്ത്രം. ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ഡച്ചുകാരുടെ സംഭാവന. 56ാമത്തെ ക്വസ്റ്റ്യൻ. പാക് കടലിടുക്ക് നീന്തിക്കടന്ന ഇന്ത്യക്കാരൻ. ഓപ്ഷൻ എ ടെൻസിംഗ് നോർഗെ, ഓപ്ഷൻ ബി സെബാസ്റ്റ്യൻ സേവിയർ, ഓപ്ഷൻ സി അവിനാഷ് ടോമി, ഓപ്ഷൻ ഡി മെഹിർസൺ. ഉത്തരം ഓപ്ഷൻ ഡി മെഹിർസൺ ആണ് പാക് കടലിൽ നീന്തിക്കടന്ന ഇന്ത്യക്കാരൻ. ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോക ചക്രത്തിന് എത്ര ആരക്കാലുകൾ ഉണ്ട്? ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോക ചക്രത്തിന് എത്ര ആരക്കാലുകൾ ഉണ്ട്? ഓപ്ഷൻ എ 26, ഓപ്ഷൻ ബി 24, ഓപ്ഷൻ സി 22, ഓപ്ഷൻ ഡി 28. ഉത്തരം 24 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 58ാമത്തെ ക്വസ്റ്റ്യൻ. അദ്വൈത ചിന്താ പദ്ധതി ആരുടെ കൃതിയാണ്? ഓപ്ഷൻ എ സ്വാമി വിവേകാനന്ദൻ, ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ സി വൈകുണ്ഠ സ്വാമികൾ, ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. അദ്വൈത ചിന്താ പദ്ധതി എന്നത് ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. 59ാമത്തെ ക്വസ്റ്റ്യൻ. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ചത് ആര്? തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ചത് ഓപ്ഷൻ എ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ, ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ സി കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, ഓപ്ഷൻ ഡി ശക്തൻ തമ്പുരാൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. 60ാമത്തെ ക്വസ്റ്റ്യൻ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. ഓപ്ഷൻ എ കെ ആർ കാമത്ത്, ഓപ്ഷൻ ബി സി വി രാമൻ, ഓപ്ഷൻ സി അമർത്യ സെൻ, ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ ടാഗോർ. ഇവിടെ ഉത്തരം അമർത്യ സെൻ ആണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഓപ്ഷൻ സി അമർത്യ സെൻ. അപ്പക്കാരത്തിന്റെ രാസനാമം. 61ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പക്കാരത്തിന്റെ രാസനാമം. ഇവിടെ ഓപ്ഷൻ എ Na2CO3, ഓപ്ഷൻ ബി NaHCO3, ഓപ്ഷൻ സി NaCl, ഓപ്ഷൻ ഡി Na2SO4. അപ്പക്കാരത്തിന്റെ ശാസ്ത്രനാമം ഓപ്ഷൻ ബി NaHCO3 ആണ്. ഇതാണ് NaHCO3 അപ്പക്കാരം. ഓക്കെ. 62ാമത്തെ ക്വസ്റ്റ്യൻ. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം. ഓപ്ഷൻ എ കാർബൺ ഡയോക്സൈഡ്, CO2, ഓപ്ഷൻ ബി NO2, ഓപ്ഷൻ സി CO, ഓപ്ഷൻ ഡി Ca കാൽസ്യം. CO എന്ന് പറയുമ്പോൾ കാർബൺ മോണോക്സൈഡ്. ഇതാണ് ഉത്തരം. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം CO2 അഥവാ കാർബൺ ഡയോക്സൈഡ് ആണ് ഉത്തരം. 63ാമത്തെ ക്വസ്റ്റ്യൻ. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ്. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏത്? ഓപ്ഷൻ എ ബെല്ല്, ഓപ്ഷൻ ബി ഡെസിബെൽ, ഓപ്ഷൻ സി ഹെഡ്സ്, ഓപ്ഷൻ ഡി ക്വാർട്സ്. ഉത്തരം ഡെസിബെൽ ആണ്. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഓപ്ഷൻ ബി ഡെസിബെൽ ആണ്. ഡെസിബെൽ ആണ് ഉത്തരം. ഓക്കെ. 64ാമത്തെ ക്വസ്റ്റ്യൻ. പമ്പരം കറങ്ങുന്നത് ഏതുതരം ചലനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കമ്പന ചലനം, ഓപ്ഷൻ ബി ദോലന ചലനം, ഓപ്ഷൻ സി ഭ്രമണ ചലനം, ഓപ്ഷൻ ഡി വർത്തുള ചലനം. പമ്പരം കറങ്ങുന്നത് ഓപ്ഷൻ സി ഭ്രമണ ചലനമാണ്. ഓക്കെ.
65ാമത്തെ ക്വസ്റ്റ്യൻ നിർവീര്യ വസ്തുവിന്റെ pH മൂല്യം. നിർവീര്യ വസ്തുവിന്റെ pH മൂല്യം. ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 11, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 7. നിർവീര്യ വസ്തുവിന്റെ pH മൂല്യം 7 ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി 7 ആണ് ഉത്തരം. 66ാമത്തെ ക്വസ്റ്റ്യൻ വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഓപ്ഷൻ എ ടാർട്ടാറിക് ആസിഡ്, ഓപ്ഷൻ ബി അസറ്റിക് ആസിഡ്, ഓപ്ഷൻ സി ഫോമിക് ആസിഡ്, ഓപ്ഷൻ ഡി കാർബോണിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഓപ്ഷൻ ബി അസറ്റിക് ആസിഡാണ് ഉത്തരം. നെക്സ്റ്റ് 67ാമത്തെ ക്വസ്റ്റ്യൻ ടാൽക്കം പൗഡറിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തു. ടാൽക്കം പൗഡറിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തു. ഓപ്ഷൻ എ മഗ്നീഷ്യം സിലിക്കേറ്റ്, ഓപ്ഷൻ ബി സോഡിയം സൾഫേറ്റ്, ഓപ്ഷൻ സി കാൽസ്യം സൾഫേറ്റ്, ഓപ്ഷൻ ഡി കാൽസ്യം സിലിക്കേറ്റ്. ഉത്തരം മഗ്നീഷ്യം സിലിക്കേറ്റ് ആണ് ടാൽക്കം പൗഡറിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു. 68ാമത്തെ ക്വസ്റ്റ്യൻ സൂപ്പർസോണിക് വിമാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ലോഹം. സൂപ്പർസോണിക് വിമാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ലോഹം. ഓപ്ഷൻ എ മഗ്നീഷ്യം, ഓപ്ഷൻ ബി ടൈറ്റാനിയം, ഓപ്ഷൻ സി വനേഡിയം, ഓപ്ഷൻ ഡി പ്ലാറ്റിനം. ഉത്തരം ടൈറ്റാനിയമാണ്. ഓപ്ഷൻ ബി ടൈറ്റാനിയം. 69ാമത്തെ ക്വസ്റ്റ്യൻ ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി ഹൈഡ്രജൻ, ഓപ്ഷൻ സി നൈട്രജൻ, ഓപ്ഷൻ ഡി ക്ലോറിൻ. ഇവിടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ഹൈഡ്രജൻ ആണ് അല്ലേ? ഓക്കെ. ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. 70ാമത്തെ ക്വസ്റ്റ്യൻ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഒരു മൂലകം. ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി നൈട്രജൻ, ഓപ്ഷൻ സി ഹൈഡ്രജൻ, ഓപ്ഷൻ ഡി കാർബൺ. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഒരു മൂലകമാണ് തന്നിരിക്കുന്നവയിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം. നൈട്രജൻ. നൈട്രജനാണ് അത്യാവശ്യമായ മൂലകം. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകം. 77ാമത്തെ ക്വസ്റ്റ്യൻ മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ എ നിശാന്തത, ഓപ്ഷൻ ബി ടൈഫോയിഡ്, ഓപ്ഷൻ സി കാഷ്യോർക്കർ, ഓപ്ഷൻ ഡി ഗോയിറ്റർ. ഉത്തരം കാഷ്യോർക്കർ ആണ്. 72ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനം. ഓപ്ഷൻ എ പനീർ 1, ഓപ്ഷൻ ബി ടീൻഡുഡി, ഓപ്ഷൻ സി അന്നപൂർണ, ഓപ്ഷൻ ഡി ഉജ്ജ്വല. താഴെ പറയുന്നതിൽ അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനമാണ് ഓപ്ഷൻ സി അന്നപൂർണ. 73ാമത്തെ ക്വസ്റ്റ്യൻ ആരുടെ ജന്മദിനമാണ് ലോക മൃഗക്ഷേമ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ലോക മൃഗക്ഷേമ ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ എ ഫ്രാൻസിസ് അസീസി, ഓപ്ഷൻ ബി ഗാന്ധിജി, ഓപ്ഷൻ സി ചാൾസ് ഡാർവിൻ, ഓപ്ഷൻ ഡി ഇയാൻ വിൽമുട്ട്. ആരുടെ ജന്മദിനമാണ് ലോക മൃഗക്ഷേമ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ഫ്രാൻസിസ് അസീസിയാണ്. 74ാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം. ഓപ്ഷൻ എ 26, ഓപ്ഷൻ ബി 24, ഓപ്ഷൻ സി 31, ഓപ്ഷൻ ഡി 16. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം 24 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 75ാമത്തെ ക്വസ്റ്റ്യൻ സൂപ്പർ ബഗ് എന്നറിയപ്പെടുന്നത് ഏതാണ്? സൂപ്പർ ബഗ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ വൈറസ്, ഓപ്ഷൻ ബി പ്രോട്ടോസോവ, ഓപ്ഷൻ സി സേവരക്താണു, ഓപ്ഷൻ ഡി ബാക്ടീരിയ. സൂപ്പർ ബഗ് എന്നാൽ ബാക്ടീരിയ ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന ജീവകം. ഓപ്ഷൻ എ ജീവകം ഡി, ഓപ്ഷൻ ബി ജീവകം കെ, ഓപ്ഷൻ സി ജീവകം സി, ഓപ്ഷൻ ഡി ജീവകം ബി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ഓപ്ഷൻ ബി ആണ്. ജീവകം കെ ആണ് രക്തം കട്ടപിടിക്കുവാനായിട്ട് സഹായിക്കുന്നത്. ജീവകം കെ. 77ാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി. ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി. ഓപ്ഷൻ എ പെലിക്കൻ. ഇവിടെ പെലിക്കൻ ആണ് എഴുതിയിരിക്കുന്നത്. പെലിക്കൻ. ഓപ്ഷൻ ബി ആർട്ടിക് ടേൺ, ഓപ്ഷൻ സി ഹമ്മിംഗ് ബേർഡ്, ഓപ്ഷൻ ഡി സൈബീരിയൻ കൊക്ക്. ഓക്കെ. അപ്പൊ ഇവിടെ ആൻസർ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ഓപ്ഷൻ ബി ആണ്. ആർട്ടിക് ടേൺ എന്നറിയപ്പെടുന്ന പക്ഷിയാണ് ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്നത്. 78ാമത്തെ ക്വസ്റ്റ്യൻ ടൈം മെഷീൻ എന്ന ശാസ്ത്ര കൃതിയുടെ കർത്താവ്. ടൈം മെഷീൻ എന്ന ശാസ്ത്ര കൃതിയുടെ കർത്താവ്.
ഓപ്ഷൻ എ സതീഷ് ധവാൻ, ഓപ്ഷൻ ബി എ ഹ്യൂം, ഓപ്ഷൻ സി വില്യം ഹാർവി, ഓപ്ഷൻ ഡി എച്ച്.ജി. വെൽസ്. എച്ച്.ജി. വെൽസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എച്ച്.ജി. വെൽസ് ആണ് ടൈം മെഷീൻ എന്ന കൃതിയുടെ കർത്താവ്. ടൈം മെഷീൻ എന്ന ശാസ്ത്ര കൃതിയുടെ കർത്താവ് എച്ച്.ജി. വെൽസ് ആണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗം ഏത്? ഓപ്ഷൻ എ ചിക്കൻ ഗുനിയ, ഓപ്ഷൻ ബി ചിക്കൻ പോക്സ്, ഓപ്ഷൻ സി മലേറിയ, ഓപ്ഷൻ ബി മന്ത്. താഴെ പറയുന്നതിൽ കൊതുക് പരത്തുന്ന വൈറസ് രോഗം ഏത്? ഇതിന്റെ ഉത്തരം ചിക്കൻ ഗുനിയാണ് കൊതുക് പരത്തുന്ന രോഗം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 80ാമത്തെ ക്വസ്റ്റ്യൻ. കരയുന്ന മരം എന്നറിയപ്പെടുന്ന മരം ഏതാണ്? കരയുന്ന മരം എന്നറിയപ്പെടുന്ന മരം ഏതാണ്? ഓപ്ഷൻ എ മുള, ഓപ്ഷൻ ബി പേരാൽ, ഓപ്ഷൻ സി റബ്ബർ മരം, ഓപ്ഷൻ ഡി തെങ്ങ്. കരയുന്ന മരം എന്നറിയപ്പെടുന്ന മരം ഓപ്ഷൻ സി റബ്ബർ മരത്തെയാണ് കരയുന്ന മരം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ 80 ക്വസ്റ്റ്യൻ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. GK വിഭാഗത്തിലെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഞാൻ വരും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതിന് മുമ്പായിട്ട് തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സ് എല്ലാം കൊടുക്കുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.